ഡിഗ്രിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ വലിയ പാരഗ്രാഫ് എഴുതണം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. കറക്റ്റ് ആ പോയിന്റ്സ് മാത്രം ഉണ്ടായാൽ മതി. നമുക്കിതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്കിത് പഠിക്കണം, അറിയണം, അങ്ങനെ നമ്മൾ ക്യൂരിയോസിറ്റിയോടുകൂടി പഠിക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. എല്ലാ ദിവസവും പഠിക്കണമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും പഠിക്കണം. എന്തായാലും ഇത്ര സിമ്പിൾ ആയിട്ടൊന്നുള്ള ഒരു കോഴ്സ് അല്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു ടഫ്നെസ് അതിന് ഉണ്ടായിരിക്കും. നമ്മൾ കറക്റ്റായി ഇരിക്കുന്ന ആ ടൈം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക, കറക്റ്റ് ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യുക. പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് കൊമേഴ്സ് മേഖലയിൽ ചർച്ച ചെയ്യുന്നതിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കൂടെ കഴിഞ്ഞ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒന്ന് USCMA എന്നുള്ളതാണ്. ഡിഗ്രി കഴിഞ്ഞവരും 1.5 വർഷം കൊണ്ടല്ലേ തീരുമെന്ന് വിചാരിക്കുന്നത് USCMA ആണ്. അപ്പോൾ ഇന്ന് ICMSൻ്റെ ഈ ഒരു എക്സ്പേർട്ട് ടോക്കിനകത്ത് USCMA നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ USCMAയുടെ ഹെഡ് ഫാത്തിമത്ത് ഫസ്ന മാം ഇവിടെ ഇരിക്കുന്നുണ്ട്. വെൽക്കം. എന്തുകൊണ്ടാണ് മാഡം നമ്മുടെ ഈ USCMAയിലേക്ക് ഒരുപോലെ +2 കുട്ടികളും ഡിഗ്രി കുട്ടികളും അട്രാക്റ്റഡ് ആവുന്നത്? അതിൻ്റെ മെയിൻ കാര്യം എനിക്ക് തോന്നുന്നത് ഡ്യൂറേഷൻ കണ്ടിട്ടായിരിക്കണം. ഒരു 1 ഇയർ അല്ലെങ്കിൽ 1.5 ഇയറിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം, ഒരു ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ നമുക്ക് അത്ര ഷോർട്ട് പീരീഡിൽ കിട്ടും എന്നുള്ള ഒരു ഫാക്ടർ നോക്കിയിട്ടാണ് ഒരുപാട് കുട്ടികൾ വരുന്നത്. നമുക്കൊരു 1 ഇയർ അല്ലെങ്കിൽ 1.5 ഇയറിൽ നല്ലൊരു ജോബ് നേടി അങ്ങനെ സെറ്റിൽ ആവാന്നുള്ള ഒരു കാര്യം ഉള്ളതുകൊണ്ടായിരിക്കണം കുട്ടികളെല്ലാവരും ഇതിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ആവുന്നത്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ഒരു കോഴ്സ് നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കാം? ഓക്കെ, പലപ്പോഴും പല ക്വറീസും എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. നമുക്കൊന്ന് ആദ്യം ഒന്ന് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്നുള്ളതൊക്കെ ഒന്ന് പറയാമോ? ഇതിൻ്റെ സിലബസ് വരുന്നത് നമ്മൾ ഈ ഹോൾ സിലബസിനെ 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ബാക്കിയുള്ള കോഴ്സുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഓരോ ലെവലായിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെ ലെവലില്ല, ആകെ 2 പാർട്ടാണുള്ളത്, പാർട്ട് 1ഉം പാർട്ട് 2ഉം. ഇത് ഭയങ്കര ഫ്ലെക്സിബിളുമാണ്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ആദ്യം പാർട്ട് 2 അറ്റൻഡ് ചെയ്തിട്ട് വേണമെങ്കിൽ പാർട്ട് 1ലേക്ക് പോവാം, അല്ലെങ്കിൽ പാർട്ട് 1 കഴിഞ്ഞിട്ട് പാർട്ട് 2ലേക്ക് പോവാം. ഇത് ഓരോ പാർട്ടിനും 6 സെക്ഷൻസ് ആയിട്ടാണ് വരുന്നത് ഓരോ പാർട്ടിലും. അപ്പോൾ ഇതിൻ്റെ എക്സാം നടക്കുന്നത് ഈ 6 സെക്ഷൻ്റെ എക്സാമും ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. ഓക്കെ, എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഒരു പാർട്ട് 1 എന്ന് പറയുമ്പോൾ എന്താണ്, പാർട്ട് 2 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം? പാർട്ട് 1 എന്ന് പറയുമ്പം ഫിനാൻഷ്യൽ പ്ലാനിങ്, പെർഫോമൻസ് ആൻഡ് അനലിറ്റിക്സ് ആണ് പാർട്ട് 1. അതിൽ നമുക്ക് 6 സെക്ഷൻസ് ആണ് വരിക. 2 തിയറിയും ബാക്കിയുള്ള 4 തിയറിയും പ്രോബ്ലം മിക്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പാർട്ട് 2 വരുന്നത് സ്ട്രാറ്റജിക് ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. ഇതിലും ഈ പറഞ്ഞ പോലെ 2 തിയറിയും ബാക്കിയുള്ള 4 പേപ്പേഴ്സ് തിയറിയും പ്രോബ്ലം മിക്സ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ഇതിൽ വന്ന ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ നോക്കാം. ഇതിനകത്തൊരു എനിക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചോദിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ, ഇത് നോൺ കൊമേഴ്സ് കുട്ടികൾക്ക് ഇത് പഠിക്കാൻ പറ്റൂലേ എന്നുള്ളത്? ഓഫ് കോഴ്സ് പഠിക്കാം. നമുക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഉണ്ടായാൽ ഇൻട്രസ്റ്റ് വേണം, അല്ലാണ്ട് പിന്നെ വന്നാൽ നമുക്കതൊരു ബേർഡനായി ഫീൽ ചെയ്യുള്ളൂ. നമുക്കിതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്കിത് പഠിക്കണം, അറിയണം, അങ്ങനെ നമ്മൾ ക്യൂരിയോസിറ്റിയോടുകൂടി പഠിക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. ആ ഒരു ക്യൂരിയോസിറ്റി ടെമ്പോ കീപ്പ് ചെയ്യാൻ പറ്റണം ടിൽ ദ എൻഡ്. ഓക്കെ, പിന്നെ ഇതിനകത്തുള്ളത് ഈ USCMAക്ക് മാത്രം കുറച്ചധികം എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഒക്കെ പറയുന്നുണ്ട്, നിർബന്ധമാണ് ഇന്നതൊക്കെ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ CSCMA, CS, ഈവൺ ACCA ഒക്കെ പോലും പറയാത്ത രൂപത്തിലുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. USCMAയുടെ സത്യത്തിൽ ആർക്കത് ചെയ്യാൻ പറ്റും? +2 കുട്ടിക്ക് ചെയ്യാൻ പറ്റുമോ? ഡിഗ്രി കഴിയണോ? എന്താണ് ശരിക്കും അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? ആർക്കത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് +2 കഴിഞ്ഞവർക്ക് വേണമെങ്കിൽ ചെയ്യാം, ഡിഗ്രി കഴിഞ്ഞവർക്ക് വേണമെങ്കിൽ ചെയ്യാം, വർക്കിംഗ് പ്രൊഫഷണൽസിനും ചെയ്യാം. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നു വർക്കിംഗ് പ്രൊഫഷണൽസിന് തന്നെയായിരിക്കും. നമുക്കൊരു കരിയർ ഹൈക്കിന് വേണ്ടിയിട്ടും നല്ല ഒരു പ്രൊമോഷൻ, നല്ലൊരു ബെറ്റർ സാലറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വർക്കിംഗ് പ്രൊഫഷണൽസിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സർട്ടിഫിക്കേഷനാണ് ഈ CMA എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഡിസൈൻ ചെയ്തതായിരിക്കും CMA എന്നുള്ളത് അതിൻ്റെ സ്ട്രക്ചർ കാണുമ്പോൾ. എന്നാലും ഡിഗ്രി സ്റ്റുഡൻസ് അത് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു നേട്ടങ്ങൾ എന്താ? ഡിഗ്രി കഴിഞ്ഞവർക്കും ചെയ്യാം. നമ്മൾ ഈ CMA സർട്ടിഫൈഡ് ആവണമെങ്കിൽ നമ്മൾ പറയുന്ന ക്രൈറ്റീരിയയിൽ ഒന്നാണ് നമ്മൾ ഗ്രാജുവേറ്റഡ് ആയിരിക്കണം, നമുക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിനും പെട്ടെന്ന് തന്നെ ഒരു നല്ല ജോബിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു സർട്ടിഫിക്കേഷനാണ് CMA എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയാസ്, ലൈക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ടു എൻറോൾ ഫോർ USCMA? CMA നമ്മൾ സർട്ടിഫൈഡ് ആവണമെങ്കിൽ ആദ്യം നമ്മൾ ഇത്
പ്രൊവൈഡ് ചെയ്യുന്ന ബോഡി ഉണ്ട്, IMA എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഈ IMA. ഈ IMAയിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കണം. ആദ്യം നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആ മെമ്പർഷിപ്പ് എടുക്കും. മെമ്പർഷിപ്പ് വന്നിട്ട് 2 രീതിക്കാണ് വരിക. സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പും ഉണ്ട്, പ്രൊഫഷണൽ മെമ്പർഷിപ്പും ഉണ്ട്. സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ് ഈ പറഞ്ഞ പോലെ ഈ +2 കഴിഞ്ഞിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് അവർക്കാണ് ഈ സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ് കിട്ടുന്നത്. പിന്നെയുള്ളത് പ്രൊഫഷണൽ മെമ്പർഷിപ്പാണ്. അത് ഈ വർക്കിംഗ് പ്രൊഫഷണൽസിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രൊഫഷണൽ മെമ്പർഷിപ്പ്. നമ്മൾ ഈ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഒരു 6 മന്ത്സിൻ്റെ ഉള്ളിലൊക്കെ ഇതിലേക്ക് എൻറോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ് കിട്ടും. അല്ലാത്ത പക്ഷം പ്രൊഫഷണൽ മെമ്പർഷിപ്പ് തന്നെ ആയിരിക്കും കിട്ടുക. ആദ്യം നമ്മളവിടെ മെമ്പർ ആയിരിക്കണം. പിന്നെ നമ്മൾ ഈ 2 പാർട്ടും ക്വാളിഫൈ ചെയ്യണം. പാർട്ട് 1ഉം പാർട്ട് 2ഉം എക്സാം പാസ്സാവണം. പിന്നെ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് നമുക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ വേറെ ഒന്ന് 2 കൊല്ലത്തെ എക്സ്പീരിയൻസും വേണം. വർക്ക് എക്സ്പീരിയൻസും നമുക്കിതിന് മാൻഡേറ്ററി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ തന്നെയാണ് ഫൈനലി ഒരാൾ USCMA ക്വാളിഫൈ ആണെങ്കിൽ സർട്ടിഫൈഡ് ആവണമെങ്കിൽ നമ്മൾ ഈ എല്ലാ ക്രൈറ്റീരിയാസും മെറ്റ് ചെയ്തിരിക്കണം. ഇതിനകത്ത് നിങ്ങൾ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറഞ്ഞു. അതിൽ പോലും ഏത് ഏരിയയിൽ എന്ന് മെൻഷൻ ചെയ്യപ്പെട്ടിട്ടില്ലേ പ്രത്യേകിച്ച്? ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫീൽഡിലുള്ള വർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ നമ്മൾ നോക്കുന്നത്. അല്ലാതെ വേറെ ഉള്ളത് നോക്കും ഇപ്പോൾ സെയിൽസിലും അങ്ങനത്തെ കാര്യങ്ങളിലേക്കാളും ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഇപ്പോൾ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് റോള്, അതുപോലെ കോസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റിങ്, ഫോർകാസ്റ്റിംഗ്, അങ്ങനത്തെ രീതിക്ക് ആ ഫീൽഡിലൊക്കെ ഉള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. ഇനി ഇതിൻ്റെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അത് എങ്ങനെയാണ്? എക്സാം എങ്ങനെയാണ്? അതിൻ്റെ പാസിംഗ് ക്രൈറ്റീരിയ എങ്ങനെയാണ്? എക്സാം പറയുകയാണെങ്കിൽ നമുക്ക് 4 hours എക്സാമിൻ്റെ ടൈം ഉള്ളത്. അതിൽ ആദ്യത്തെ 3 hours MCQs ആയിരിക്കും. 100 MCQs ഉണ്ടാവും. ഇതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല. ഈ 100 MCQ വരുന്നത് നമ്മളിപ്പോൾ 2 എക്സാം ഉണ്ടാവും. പാർട്ട് 1 ഒരു എക്സാമും പാർട്ട് 2 ഒരു എക്സാമും. പാർട്ട് 1 എക്സാം ഈ പറഞ്ഞ പോലെ 6 സെക്ഷൻ്റെ മിക്സ്ഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഈ 100 MCQയിൽ ഒരു 50%, അതായത് ഇവിടെ മാർക്കല്ല പറയുന്നത്, 50% ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് essay വിൻഡോ ഓപ്പൺ ആവും. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അതുകൊണ്ട് ആ സമയത്ത് സിസ്റ്റം തന്നെ അത് വാല്യൂ ചെയ്യും. ഇത് കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. MCQ ആയിക്കോട്ടെ, essayൻ്റെ സെക്ഷൻ ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും. ഈ MCQs നമ്മൾ 50% ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വിൻഡോ essay ഓപ്പൺ ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാം അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. പിന്നെ essayയിലേക്ക് വരുമ്പം essay എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിഗ്രിക്ക് പഠിച്ച പോലെ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് essay ആയിരിക്കില്ല. ഒരു സിനാരിയോ തരും. ആ സിനാരിയോയിൽ ഒരു കമ്പനീൻ്റെ ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. അപ്പം അത് ഒരു അത്യാവശ്യം ഒരു വലിയ പാരഗ്രാഫ് ആയിരിക്കും. നമ്മൾ ആ പാരഗ്രാഫ് വായിച്ച് കഴിഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പഠിച്ച A to F, A മുതൽ F വരെയാണ് സെക്ഷൻസ് ഉണ്ടാവുക. ഇതിന് എല്ലാത്തിൽ നിന്നും ടച്ച് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പം ഇതിന് നമ്മൾ ഒരു 2 ലൈൻ അല്ലെങ്കിൽ 3 ലൈൻ ആയിട്ട് അതിൻ്റെ കറക്റ്റ് പോയിന്റ്സ് മാത്രം അവിടെ നോട്ട് ചെയ്താൽ മതി. അതാണ് essay. അല്ലാതെ നമ്മൾ ഇപ്പം ഡിഗ്രിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ വലിയ പാരഗ്രാഫ് എഴുതണം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. കറക്റ്റ് ആ പോയിന്റ്സ് മാത്രം ഉണ്ടായാൽ മതി. പിന്നെ അത് ചിലപ്പോൾ പ്രോബ്ലം ആയിരിക്കാം, തിയറി ആയിരിക്കാം. എന്നാലും കൂടുതൽ എനിക്ക് തോന്നുന്നു തിയറിയാണ് ഉണ്ടാവാറ്. പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇത് പാസിംഗ് മാർക്ക്? അതിൻ്റെ ഒരു മെത്തേഡ്സ് എങ്ങനെയാണ്? പാസിംഗ് മാർക്ക് ടോട്ടൽ 500 എക്സാം നടക്കുക. ഇപ്പം essayയും MCQയും രണ്ടും കൂടി ടോട്ടൽ ചെയ്ത് 500 ആയിരിക്കും. അതിൽ 72% ആണ് പറയുന്നത്. അതായത് 360 മാർക്സ് ആയിരിക്കും പാസിംഗ് വേണ്ടത്. പിന്നെ എപ്പോഴും ചോദ്യം വന്നിട്ടുള്ള വേറൊരു കാര്യം എന്നുള്ളത് പൊതുവെ ഇപ്പോൾ CA അതല്ലെങ്കിൽ ACCA CS ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ പാസ്സാവുന്നത് USCMA ആണോ എന്നുള്ളത്. അങ്ങനെ ആ ഒരു പേഴ്സ്പെക്റ്റീവ് എൻ്റെ ഒരു ചോദ്യം, എത്രമാത്രം ടഫ്നെസ് ഇതിനകത്തുണ്ട്? അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനോട് കുട്ടികളെ അഭിമുഖീകരിക്കേണ്ടത്? എല്ലാ ദിവസവും പഠിക്കണോ? എങ്ങനെ അതിൻ്റെ ഒരു ഹവേഴ്സ്? ഇങ്ങനത്തെ ബേസിക് തോട്ടുകൾ ഉണ്ടല്ലോ, എന്താണ് അതൊക്കെ? എല്ലാ ദിവസവും പഠിക്കണമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും പഠിക്കണം. എന്നാലും ഇത്ര സിമ്പിൾ ആയിട്ടൊന്നുള്ള ഒരു കോഴ്സ് അല്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു ടഫ്നെസ് അതിന് ഉണ്ടായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ആ സമയത്ത് നമ്മളിപ്പോൾ ഡിഗ്രിക്കും +2-നൊക്കെ ക്ലാസ് പോയിട്ടുണ്ട്, ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്, അതുപോലെ ആയിരിക്കരുത്. നമ്മൾ കറക്റ്റായി ഇരിക്കുന്ന ആ ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക, കറക്റ്റ് ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യുക.
എൻ്റെ ഒരു കേസ് എടുത്ത് എനിക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അതാണ്. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനെന്നെ താങ്ക് യു സർ. അതിനെന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അതാണ്. നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് വേറൊരു തോട്ടിലേക്കും പോവാണ്ട് ഫുള്ളായിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ തന്നെ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. എക്സാം ടൈമിലൊക്കെ ആണെങ്കിലും ഡെയിലി പഠിക്കണം. അതുപോലെ നമ്മൾ ഡെയിലി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഠിക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിലിരുന്ന് ആ കണക്ഷൻ കിട്ടും. അപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോൾ അത്രയും നമുക്ക് 100% നമ്മളവിടെ കൊടുത്തിട്ടിരിക്കണം. ഡെയിലി നിങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്നും കൂടെ ചോദിക്കുകയാണെങ്കിൽ ഡെയിലി എഫേർട്ട് ഒരു 1 to 2 hours 3 hours ഇങ്ങനെ ഫിക്സ് ചെയ്തിരുന്നോ? എനിക്കങ്ങനെ സത്യം പറഞ്ഞാൽ ഇല്ല. ഞാൻ അങ്ങനെ ഡെയിലി അങ്ങനെ പോയി പഠിക്കൂല. ഞാൻ പറഞ്ഞു, പക്ഷേ ഞാൻ ക്ലാസ്സിലാണ് എൻ്റെ 100% കൊടുത്തിട്ടായിരുന്നു ഇരിക്കുക. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ക്ലാസ്സിൽ പോകുന്നതിൻ്റെ മുമ്പായിട്ട് തലേ ദിവസം എടുത്തത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കും. അത്രേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓരോരുത്തരുടെ കപ്പാസിറ്റി പോലെയാണ്. ഇപ്പം എനിക്ക് കുറച്ച് സമയം ഇരുന്നാൽ മതിയായിരുന്നു. എനിക്ക് കുറേ ടൈം എനിക്ക് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നെക്കാൾ കൂടുതൽ ടൈം ഇരിക്കുന്നവരും ഉണ്ട്. അവർക്ക് അത്ര ടൈം വേണം. ഓരോ കുട്ടിക്കും ഓരോ കപ്പാസിറ്റി ആയിരിക്കും. നമ്മളെ കപ്പാസിറ്റി നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണം. എന്നാൽ നമുക്കത് ക്രാക്ക് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇനി മേജറായിട്ടുള്ള ഒരു ഡിബൈറ്റ് എന്നുള്ളത് ലൈക്ക് ഈ കോഴ്സുകളുടെ ഒക്കെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരേ ഓപ്പർച്യൂണിറ്റീസ് ആണോ, അതല്ലെങ്കിൽ USCMS സ്പെസിഫിക്കലി അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് എന്താണ് ജനറലി നിങ്ങൾക്ക് പറയാം? USCMA എന്ന് പറഞ്ഞൊരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കേഷനാണ്. ഓവർ 150+ കൺട്രീസിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. നമുക്ക് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് റോളിലേക്കും അതുപോലെ കോസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോർകാസ്റ്റിംഗ് അങ്ങനത്തെ ജോബിലേക്കൊക്കെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. പിന്നെ നമ്മുടെ സ്കില്ലും അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സർട്ടിഫിക്കേഷൻ മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് നല്ലൊരു ഹൈയിലേക്ക് പോകാൻ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അതിനുള്ള സ്കില്ല് നമ്മൾ വേണം. സ്കില്ല് നമ്മൾ നേടിയെടുക്കണം എന്നാണ് പറയുന്നത്. USCMAയുടെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ ഈ USCMAക്കാർ പ്രത്യേകിച്ച് ഇന്ത്യയിലടക്കം എത്തരം കമ്പനീസ്, ഏത് തരം കമ്പനീസാണ് ഇവർ ഹയർ ചെയ്യുന്നത്? MNCs, മെയിനായിട്ട് MNCs തന്നെയാണ്. നമ്മളിപ്പം ഇന്ത്യയിൽ ഒരുപാട് MNCs വരുന്നുണ്ട്. അത് നമുക്ക് ഈ CMA USA കോഴ്സ് ചെയ്യുന്നവർക്കുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവർക്കപ്പം സ്കോപ്പ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ബിഗ് ഫോഴ്സിലും നമുക്ക് കയറാൻ പറ്റും. അതുപോലെ കൺസൾട്ടിങ് ഫേംസിലും നമുക്ക് കയറാൻ പറ്റും. ഇപ്പോൾ ബിസിനസ് കൺസൾട്ടിങ് ഫേംസിലൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഓക്കെ, ഫൈൻ. സോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ 2 എക്സാമുകളും ഒരുമിച്ച് എഴുതാൻ പറ്റുമോ എന്നുള്ളത്? ഒരുമിച്ച് എഴുതാം. അതിന് കപ്പാസിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ, അതിൽ കോൺഫിഡൻസ് ഉള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് 2 എക്സാമും ഒരുമിച്ച് എഴുതി സിംഗിൾ വിൻഡോയിൽ പാസ്സാവുന്ന കുട്ടികളും ഒരുപാടുണ്ട്. ആ ചോദ്യം ഇവിടെ ചോദിക്കുന്നതിൻ്റെ സാഹചര്യം അവരോടൊക്കെ കാഴ്ച എന്നുള്ളത് 6 മാസം കൊണ്ട് അപ്പോൾ തീർക്കാൻ പറ്റുമോ? 6 മാസം കൊണ്ട് ക്ലാസ്സും കഴിഞ്ഞ് എക്സാമും കഴിഞ്ഞ് 6 മാസം കൊണ്ടൊന്നും തീർക്കാൻ പറ്റില്ല. ഇതിനെ എല്ലാവർക്കും പെട്ടെന്ന് എന്നുള്ളതാണല്ലോ. ആ ഒരു ചോദ്യത്തിനും കൂടെ അടിസ്ഥാനം അതിലുണ്ടായിരുന്നു. ആ വന്ന ചോദ്യത്തിൽ 2 ഒരുമിച്ച് എഴുതിയാൽ പിന്നെ 6 മാസം കൊണ്ട് 2 പഠിച്ച് ഒരുമിച്ച് എക്സാം എഴുതി കൂടെ, അങ്ങനെ ഇല്ല പോസിബിലിറ്റി? അങ്ങനെയല്ല, ഒരു 10 മാസം കൊണ്ടൊക്കെ തീർക്കാൻ പറ്റുമായിരിക്കും. 10 മാസം 12 മാസം, 6 മാസം കൊണ്ടൊന്നും ഒരിക്കലും പോസിബിൾ അല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ IMAയുടെ മെമ്പർഷിപ്സ് അതൊക്കെ എങ്ങനെയൊക്കെയാണ്? അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? IMAയിൽ നമുക്ക് മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് മെമ്പർഷിപ്പാണ് നമുക്ക് കിട്ടുക. സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പും പ്രൊഫഷണൽ മെമ്പർഷിപ്പും. സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ് ഇപ്പം ഡിഗ്രി കഴിഞ്ഞ അല്ലെങ്കിൽ +2 കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെയാണ് സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ് കിട്ടുക. നമ്മൾ ഡിഗ്രി കഴിഞ്ഞ ഒരു 6 മന്ത്സിനുള്ളിൽ അല്ലെങ്കിൽ +2 കഴിഞ്ഞ 6 മന്ത്സിനുള്ളിലാണ് ഉള്ള സ്റ്റുഡൻസിനാണെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ് കിട്ടും. അല്ലാത്ത പക്ഷം നമ്മൾ പ്രൊഫഷണൽ മെമ്പർഷിപ്പ് എടുക്കേണ്ടി വരും. ഈ സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പിനാകുമ്പം അവരുടെ മെമ്പർഷിപ്പ് ഫീയും എക്സാം ഫീസും ഒക്കെ കുറവായിരിക്കും. കമ്പാരിറ്റീവ്ലി പ്രൊഫഷണൽ മെമ്പർഷിപ്പിൻ്റെ അതൊക്കെ കൂടുതലായിരിക്കും. അതുപോലെ വാലിഡിറ്റി വരികയാണെങ്കിൽ സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പിന് 3 years ഉണ്ടാവും വാലിഡിറ്റി. പ്രൊഫഷണൽ മെമ്പർഷിപ്പിനാകുമ്പോൾ 1 year ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും റിന്യൂ ചെയ്യണം. ഇപ്പം സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ് ആണെങ്കിലും നമ്മളിപ്പം ഈ കോഴ്സ് കഴിഞ്ഞ് 3 year കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി പ്രൊഫഷണൽ മെമ്പർഷിപ്പ് ആവും. അപ്പോൾ പിന്നെ നമ്മളത് അതുപോലെ ഓരോ കൊല്ലം കഴിയുമ്പോൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, USCMAയുടെ എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ അതിൻ്റെ വിൻഡോസ് എത്രമാത്രമാണ്, എങ്ങനെയൊക്കെയാണ് എക്സാം വിൻഡോസ് എന്നുള്ളത്? എക്സാം വിൻഡോസ് കൊല്ലത്തിൽ 3 വിൻഡോസാണ് വരിക. അതായത് ജനുവരി, ഫെബ്രുവരി, മെയ്, ജൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ.
ഇപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ജനുവരി 1 തൊട്ടിട്ട് ഫെബ്രുവരി 28 വരെയുള്ള ഏതെങ്കിലും ഒരു ഡേറ്റിൽ നമുക്ക് എക്സാം ഷെഡ്യൂൾ ചെയ്യാം. അത് വേണമെങ്കിൽ നമുക്ക് മോർണിംഗ് വേണോ അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ വേണോ, അതൊക്കെ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണോ ആ സമയം സ്ലോട്ടൊക്കെ? അതെ അതെ, അത് നമ്മൾ IMAക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെ പ്രോമെട്രിക് സെൻറ്ററിൻ്റെ സൈറ്റിൽ കയറിയിട്ട് അവിടെ ഡേറ്റ് അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ടൈം അടക്കം? ടൈമും ഡേറ്റും നമുക്ക് അവൈലബിലിറ്റി നോക്കിയിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. നമ്മുടെ ഈ USCMAയുടെ എക്സാമുകളോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് സാധാരണഗതിയിൽ ഇപ്പോൾ മറ്റുള്ള കോഴ്സുകൾ CSCMA ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ജില്ലയിൽ തന്നെ അതിൻ്റെ സെൻറ്റേഴ്സൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ സെൻറ്റേഴ്സ് എന്താണ്? അതിൻ്റെ സെൻറ്റർ ബേസ്ഡ് ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? ഓക്കെ, CMA USൻ്റെ എക്സാം മെയിനായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് പ്രോമെട്രിക് സെൻറ്റേഴ്സ് വഴിയാണ്. ഈ പ്രോമെട്രിക് സെൻറ്റേഴ്സ് കേരളത്തിൽ ഇന്നിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്തും കാലിക്കറ്റും ആണ്. കേരളത്തിൽ ഈ 2 സ്ഥലത്തേ ഉള്ളൂ. പിന്നെ നമുക്ക് ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെ പോകേണ്ടി വരും. കേരളത്തിൽ ഇപ്പം കാലിക്കറ്റും ട്രിവാൻഡ്രവും മാത്രമേ ഉള്ളൂ. ഓക്കെ. USCMA പഠിക്കാൻ വരുന്ന ഒരു കുട്ടിക്ക് താങ്കളുടെ ഒരു സ്റ്റുഡൻ്റ് അനുഭവത്തിൽ നിന്നും ഇപ്പോൾ ഉള്ള ഒരു പ്രൊഫഷണൽ അനുഭവത്തിൽ നിന്നും ഒരു സ്റ്റുഡൻറ്റിനോട് എന്ത് പറയാം? ഇപ്പം നിങ്ങൾ CMA USക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം വരിക. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അതിന് വർക്ക് ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെ ഞാൻ വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സ്റ്റേജിലും ഇതൊരു ബേർഡനായി തോന്നിയിട്ടില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയായി എൻജോയ് ചെയ്ത് പഠിച്ച ഒരാളാണ്. അപ്പോൾ അതുപോലെ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് അതാണ്. അപ്പം നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ വരിക, അതിനനുസരിച്ച് കഷ്ടപ്പെടുക. പിന്നെ അതുപോലെ ഡെയിലി ക്ലാസ്സിൽ ഇരിക്കുന്ന സമയം നമ്മൾ 100% കൊടുത്തിട്ടിരിക്കുക. അത് വെറുതെ ആക്കരുത്. എന്തായാലും നമ്മൾ അത്ര ടൈം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് വെറുതെ ആക്കരുത്. അത് അവിടെ കറക്റ്റ് നമ്മൾ 100% അവിടെ കൊടുക്കുക. പിന്നെ ഡെയിലി പോയിട്ടൊന്ന് റിവൈസ് ചെയ്യുക. പിന്നെ അതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം നമുക്ക് സോഫ്റ്റ്വെയർ ഇപ്പോൾ PDF ഒക്കെ നമുക്ക് കിട്ടും. അതൊക്കെ നോക്കിയിട്ട് മാക്സിമം നമ്മൾ ബുക്കിലിരുന്ന് വായിക്കുന്നതിനേക്കാളും നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും പ്രാക്ടീസ് വേണം. മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെയൊക്കെ നല്ല രീതിക്ക് വർക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു 1 ഇയർ അല്ലെങ്കിൽ 1.5 ഇയറിൽ എന്തായാലും നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു വട്ടം നിങ്ങൾക്ക് പോയി എന്ന് വെച്ചിട്ട് ഒരിക്കലും ഡ്രോപ്പ് ചെയ്ത് പോകരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അതൊരു പ്രധാന ഒരു കൺക്ലൂഷനും കൂടെയാണ്. അതായത് USCMA ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒറ്റത്തവണ ഒരു പരീക്ഷ നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നിർത്തിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. മാത്രമല്ല നിങ്ങൾ കൊടുക്കുന്ന ഒരു സന്ദേശം കൂടെ ഉണ്ട്, ഇത് എന്നെ കൊണ്ട് പറ്റൂല, കൂട്ടക്കാർക്കും പറ്റൂല, ആർക്കും പറ്റൂല എന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് സസ്റ്റെയിൻ ചെയ്യുക. ഒരു എക്സാം ഫെയിലായി എന്നുള്ളതുകൊണ്ടൊന്നും നഷ്ടപ്പെടുന്നില്ല. USCMAയുടെ ഇത്തരം ക്വറീസ് നമ്മോട് ഇപ്പോൾ സംവദിച്ചു. ഇനിയും ICMSൻ്റെ ഒരു എക്സ്പേർട്ട് ടോക്കിനകത്ത് ഇത്തരം കാര്യങ്ങൾ തുടരും. നിങ്ങൾക്ക് ഈ കോഴ്സുകളെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ICMSൻ്റെ ഈ അതാത് കോഴ്സുകളുടെ ഹെഡ്സ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇതുവരെ നമ്മളെ കേട്ടതിന് നിങ്ങളോടൊരു നന്ദി അർപ്പിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ.